യോജനയാണ് ഓരോ പർവ്വതത്തിൻ്റെയും വലുപ്പം എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഭാരതത്തിൽ കാണുന്ന ഈ ഒരു ഹിമാലയത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? ഇവിടെ അയുത യോജനമാണ്, 10,000 യോജനയാണ് ആ യഥാർത്ഥ ഹിമാലയത്തിന്റെ വലുപ്പം, അല്ലെ? യഥാർത്ഥ ഹിമാലയം, ഗ്രേറ്റർ ഹിമാലയ എന്ന് പറഞ്ഞ് കിംപുരുഷ വർഷത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയം, ആ ഹിമാലയത്തിന്റെ വലുപ്പം എത്രയാണ്? 10,000 യോജനയാണ്, അല്ലെ? നമ്മുടെ ഭൂമിയുടെ വലുപ്പം എത്രയാണ്? ഭൂമിക്കാകെ 1000 യോജന വലുപ്പമേ ഉള്ളൂ. 1000 യോജന വലുപ്പമുള്ള ഭൂമിയിൽ ഒരിക്കലും നമ്മൾക്ക് 10,000 യോജന വലുപ്പമുള്ള ഹിമാലയ പർവ്വതം കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് യഥാർത്ഥ ഹിമാലയ പർവ്വതമാണ്. ഭൂമിയിലുള്ളത് നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ ചെറുതാണ്. ഭൂമിയിലുള്ള ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഈ ഹിമാലയ പർവ്വതത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 3